ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോണ ഏരിയ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഓക്കെ, നൗ ഓൾ ഓഫ് us ഹാവ് എക്സ്പീരിയൻസ് ദിസ് സിറ്റുവേഷൻ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഓർ ദി അതർ. ഈ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇഫ് യു ആർ ജെനുവൻലി ഡൂയിങ് സംതിങ്, ഓക്കെ, ചില കാര്യങ്ങളിൽ നമ്മൾ റിസർച്ച് നമ്മൾ കുത്തിരുന്ന് നോക്കുക എന്ന് പറയില്ലേ, ആ സമയത്ത് അടിക്കുന്ന ഒരു അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഇൻഫർമേഷൻ ഓവർലോഡ്. നൗ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇൻഫർമേഷൻ ഓവർലോഡ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് നത്തിങ്, ഇറ്റ്സ് എ വെരി സിമ്പിൾ കൺസെപ്റ്റ്. ആ പേരിൽ തന്നെയുണ്ട് ഇൻഫർമേഷൻ ഓവർലോഡ്. നൗ ഇൻഫർമേഷൻ ഓവർലോഡ് ഇസ് നത്തിങ് ബട്ട് ദി സിറ്റുവേഷൻ വെയർ യു ആർ ഹിറ്റ് വിത്ത് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിങ് സംതിങ് യു ആർ ഡൂയിങ്. ഓക്കെ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, അതിനെ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ വരുന്നു. ആസ് എ റിസൾട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷനിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ്, ഏതാണ് ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്തത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സിറ്റുവേഷൻ അല്ലേ, അതിനെയാണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ യു ആർ ഓവർ ബേർഡൻഡ് വിത്ത് ചോയ്സ്. ഓക്കെ, നിങ്ങളൊരു ഷോപ്പിലേക്ക് കയറി ഇഷ്ടമുള്ള കുറേ ഓപ്ഷൻസ് കാണും, ഇതിനകത്ത് ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥ വരുന്നില്ലേ, ഏകദേശം അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ഓവർലോഡ്. വിൽ ലുക്ക് അറ്റ് ദി explanation. It's a phenomenon of having too much information that creates the problem to decide what information is important and what is unimportant rather than helping people to solve the problem. സാധാരണഗതിയിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ എടുക്കാൻ കാരണം നമുക്കൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യുവർ ട്രാവലിംഗ്, നിങ്ങൾക്ക് വഴി അറിയില്ല, നിങ്ങൾ അപ്പുറത്തൊരു കടയിൽ നിർത്തി വഴി ചോദിക്കണം. നാച്ചുറലി ചോദിക്കുമ്പോൾ ഒരു 5-10 ആൾക്കാർ കൂടി വന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് വഴി പറഞ്ഞു തരുന്നത്. ഒരാൾ പറഞ്ഞു ഇങ്ങോട്ട് പോകാൻ, വേറൊരാൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു, വേറൊരാൾ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. നൗ യു ആർ കൺഫ്യൂസ്ഡ്. ഇതിനകത്ത് ഏതാണോ ഉള്ളത്? ഗൂഗിളിലെ ചേച്ചി പറയുന്നു വേറൊരു കാര്യം. അപ്പോൾ ഓൾ ഓഫ് ദീസ് തിങ്സ് ടുഗെദർ ഇറ്റ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ. അവിടെ സൊല്യൂഷൻ വരുന്നില്ല. ദിസ് ഇസ് കോൾഡ് ഇൻഫർമേഷൻ ഓവർലോഡ്. നൗ മൂവിങ് ഓൺ ടു ദി കോസസ് ഓഫ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഫസ്റ്റ് വൺ, പീപ്പിൾ എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആൾ, നമ്മളാവാം, അപ്പുറത്ത് ഇൻഫർമേഷൻ തരുന്നൊരു പേഴ്സൺ ആയിരിക്കാം. ബട്ട് ജനറലി ഇവിടെ പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെയാണ്. ഓക്കെ, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവാണ്. വി ആർ ഡിഫറെൻറ്റ്, ഈച്ച് ഓഫ് us ആർ ഡിഫറെൻറ്റ്, ഈച്ച് ഓഫ് us ഹാവ് എ കപ്പാസിറ്റി. ചിലപ്പോൾ ട്രെയിനിങ് കാരണമായിരിക്കാം, എഡ്യൂക്കേഷൻ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ദ വേ വി വർ ബ്രോട്ട് അപ്പ്, ഹൗ സിസ്റ്റമാറ്റിക് യു ആർ, യുവർ ഓൺ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കപ്പാസിറ്റീസ്, ഇതെല്ലാം കൊണ്ട് വി ആർ ഡിഫറെൻറ്റ്. ആൻഡ് ഓരോ ആൾക്കും ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അതിന് ഒരു സെൻസ് ഉണ്ടാക്കാനുമായിട്ടുള്ള എബിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. സോ വൺ ഓഫ് ദ റീസൺസ് ഫോർ കോസ് ഓഫ് ഇൻഫർമേഷൻ ഓവർലോഡ് ഇസ് പീപ്പിൾ. ദ second reason is technology. Depending on the kind of technology, the level of technology used, you can be exposed to a lot of different set of information. മുമ്പ് നിങ്ങൾക്കൊരു ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഫോൺ ലൈൻ മാത്രമാണെങ്കിൽ ആ ഫോണിൽ കൂടെ വരുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Now you've got Google, you've got Insta, you've got YouTube, you've got different vlogs, everything is available online. Okay, അപ്പോൾ തന്നെ ഒരു സംഭവത്തിനെ കുറിച്ച് തപ്പുമ്പോൾ പല ഡിഫറെൻറ്റ് സ്റ്റോറീസ് അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരാം. ഇതിനകത്ത് ഏതാ സത്യം എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ക്ലിയർ? ദെൻ തേർഡ് വൺ ഇസ് ഓർഗനൈസേഷൻ. Now ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ദ സ്ട്രക്ചർ, ദ ഹൈറാർക്കി, ദ പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് പല സൈഡിൽ നിന്ന് ഇൻഫർമേഷൻ വരും. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, ഫോർമൽ ചാനലുണ്ട്, ഇൻഫോർമൽ ചാനലുണ്ട്. ഇൻഫോർമൽ നമ്മൾ ഗ്രേപ്പ് വൈൻ എന്നും കൂടി വിളിക്കാറുണ്ട്, ഗോസിപ്പ്. അപ്പം പല ഫോംസിൽ നിന്ന് അല്ലെങ്കിൽ പല മീഡിയത്തിലൂടെ നമുക്ക് ഇൻഫർമേഷൻ വരുന്നു. ഇതിനകത്ത് ഏതാണ് ആപ്റ്റായിട്ടുള്ള മീഡിയം, ഇതിനകത്ത് ഏതാണ് ആപ്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം നമുക്ക് ഡിസൈഫർ ചെയ്യാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും. ദാറ്റ് ഈസ് വൈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഓൾസോ പ്ലേസ് എ റോൾ ഇൻ ഇൻഫർമേഷൻ ഓവർലോഡ്. നെക്സ്റ്റ് റീസൺ അല്ലെങ്കിൽ നെക്സ്റ്റ് കോസ് എന്ന് പറയുന്നത് പ്രോസസ് ആൻഡ് ടാസ്ക്. കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, ഇന്ന ടാസ്ക് അച്ചീവ് ചെയ്യാനായിട്ട് യു ഹാവ് ടു കംപ്ലീറ്റ് go through certain processes. Now if the task and process is complex, അതിന് ജനറേറ്റ് ആവുന്ന ഇൻഫർമേഷനും അതേപോലെ കോംപ്ലെക്സ് ആണ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനും കോംപ്ലെക്സ് ആവും. ഓക്കെ, ചിലപ്പോൾ കുറേ സിമ്പിൾ ആയിരിക്കാം, കുറേ സിമ്പിൾ സാധനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുറേ കോംപ്ലെക്സ് ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം. സോ ഡിപ്പെൻഡിങ് ഓൺ ദി കോംപ്ലെക്സിറ്റീസ് നമ്മൾ ചിലപ്പോൾ ഓവർ ബേർഡൻഡ് ആവാം വിത്ത് ഇൻഫർമേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ is the quality of the information, അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ ആട്രിബ്യൂട്ട് തന്നെയാവാം. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ.
ചില ഭയങ്കര സിമ്പിളായിട്ടൊരു ഇൻഫർമേഷൻസ് ആയിരിക്കാം, ചിലത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഇൻഫർമേഷൻസ് ആയിരിക്കാം. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ യു ക്യാൻ ബി ബേർഡൻഡ്, അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ലീഡ് ടു ഇൻഫർമേഷൻ ഓവർലോഡ്. നൗ ഇൻഫർമേഷൻ ഓവർലോഡ് വരാതിരിക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ ഫിൽട്ടറിങ്. ഓക്കെ, ഫിൽട്ടറിങ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്, ഫിൽട്ടർ ചെയ്ത് കളയുക, ആവശ്യമുള്ളത് ഇല്ലാത്തത് പ്രയോറിറ്റൈസ്. ഈ ഒരു എന്തെങ്കിലും ഒരു പാരാമീറ്റർ വെച്ചിട്ട്, ഓക്കെ, ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട്, ക്രൈറ്റീരിയയുടെ ബേസിസിൽ സപ്പോസ് യു സെർച്ചിങ് ഫോർ സം ഇൻഫർമേഷൻ, ഓക്കെ, ഒരു ലീഗൽ ഇൻഫർമേഷനാണ് നിങ്ങൾ നോക്കുന്നത്, യു ക്യാൻ ഗെറ്റ് ലീഗൽ ഇൻഫർമേഷൻ ഫ്രം എൻ നമ്പർ ഓഫ് സോഴ്സസ്. അതിനകത്ത് യു ക്യാൻ ഫിൽട്ടർ യൂസിങ് മേ ബി ഈ പ്രൈവറ്റ് വ്യൂ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലോഗുകൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ഫിൽട്ടർ ഇടാൻ പറ്റും നമുക്ക് സെർച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ഇടാൻ പറ്റും. ആ പാരാമീറ്റേഴ്സിൻ്റെ ബേസിസിൽ നമുക്ക് ആവശ്യമുള്ള വി ക്യാൻ എക്സ്ക്ലൂഡ് സർട്ടൺ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം അവർ റിസൾട്ട്. ക്ലിയർ? ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് എസ്കേപ്പിംഗ്. ഓക്കെ, എസ്കേപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഓടിപ്പോവുക. ഓക്കെ, ഓടിപ്പോവുക എന്ന് പറയുമ്പോൾ നോട്ട് ഇൻ ദ ലിറ്ററൽ സെൻസ്, ബട്ട് കീപ്പിംഗ് അല്ലെങ്കിൽ ഈ ഡിസ്റപ്ഷൻസ് ഇല്ലാതാക്കാം. ഓക്കെ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്താണെങ്കിലും just escape from it for a time, കുറച്ച് നേരത്തേക്ക് just move away from it. Okay, then third one is prioritizing. You've got 10 tasks. ഈ 10 ടാസ്കിൽ ഫസ്റ്റ് 3 ഇമ്പോർട്ടൻറ്റ് ടാസ്ക്സ് ചെയ്താൽ അതിനകത്ത് ഫസ്റ്റ് ഏതാ ചെയ്യേണ്ടത്, സെക്കൻഡ് ഏതാ ചെയ്യേണ്ടത്, ഫിഫ്ത്ത് ഏതാ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സീക്വൻഷ്യലായിട്ട് നമ്മൾ ചെയ്യുക. പ്രയോറിറ്റൈസ് വിച്ച് ടാസ്ക് നീഡ് ടു ബി ഡൺ ഫസ്റ്റ് ആൻഡ് വിച്ച് ഷുഡ് ബി ഡൺ ലേറ്റർ. then the next one is delegating. Delegating കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിച്ച പോലെ എവറിഥിങ് കാൻ ബി ഡൺ ബൈ വൺ പേഴ്സൺ. സോ വാട്ട് ഡസ് ഹി ഡു? He has to be apt in the art of delegation, giving a part of his or her task to the subordinates. Okay, കാരണം എന്താ, ഡെലിഗേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓവറോൾ ഒരു വ്യൂവിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഓക്കെ, you can't do everything by yourself. You have to let go and let others do certain things. എന്നിട്ട് അവരെ മോണിറ്റർ ചെയ്താൽ മതി. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ you are not overburdened. Then the next one is refusing. Refusing കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, determine which things you can't do. Tell I can't do this കാരണം I don't have the time, I can't get done. ഓക്കെ, മൾട്ടിപ്പിൾ ടാസ്ക് ഒക്കെ വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ചില സമയത്ത് മൾട്ടിപ്പിൾ ടാസ്ക് വരുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ കപ്പാസിറ്റി. ആ കപ്പാസിറ്റി അനുസരിച്ചിട്ട് തന്നെ പണി ഏറ്റാൽ മതി, അല്ലാതെ പണി നിങ്ങൾ ഏൽക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അവരോട് പറയാം, ദിസ് ഇസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഐ ഓൾറെഡി ഹാവ് സോ മച്ച് ടാസ്ക്, യു ഹാവ് ടു ഒന്നെങ്കിൽ യു ഹാവ് ടു ഗിവ് മീ മോർ ടൈം ഫോർ ദിസ്, അല്ലെങ്കിൽ യു ഹാവ് ടു ഡെലിഗേറ്റ് ദിസ് ടു സംബഡി എൽസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹാൻഡ് ഇറ്റ് ഓവർ ടു സംബഡി എൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഓൾട്ടറിങ് ഓർ ഷിഫ്റ്റിംഗ്. ഇവിടെ ഓൾട്ടറിങ് ഓർ ഷിഫ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പെർസെപ്ഷൻ മാറ്റുക. ഓക്കെ, ചേഞ്ചിങ് യുവർ പെർസെപ്ഷൻ ഓഫ് ഹൗ യു അപ്രോച്ച് ദ പ്രോബ്ലം. ആ ഇൻഫർമേഷൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ആ ടാസ്കിനെ അപ്രോച്ച് ചെയ്യുന്നു, അത് ഒന്ന് മാറ്റിപ്പിടിക്കുക. ചിലപ്പോൾ ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഒരു ലീനിയർ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് എല്ലാ പ്രോബ്ലം ഒരേ രീതിയിൽ നമ്മൾ കണ്ട് ഒരു പുതിയ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു പ്രോബ്ലം വരുമ്പോൾ വി ഗെറ്റ് സ്റ്റക്ക്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് shift your perspective in solving the problem. Then the next one, systematic planning. Systematic planning is often one of the biggest solutions for getting rid of information overload. Systematic ആയിട്ട് വർക്ക് പ്ലാൻ ചെയ്യുക. You have a task, ഇന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യും. Break the entire task into small parts. അതിനനുസരിച്ചിട്ട് tackle each one by one. Okay, now we'll quickly move on to the health issues relating to the prolonged use of computers. Okay, അത് പെട്ടെന്ന് വായിച്ചു വിടാം. ഹൈ ബി ബ്ലഡ് പ്രഷേഴ്സ് ഷൂട്ട് ചെയ്യാം, ഒരേ രീതിയിൽ ഇരുന്നിരുന്ന് ബ്രെയിൻ വർക്ക് ചെയ്ത് യു മൈറ്റ് ദർ ഇസ് എ ടെൻഡൻസി ഫോർ ഗെറ്റിംഗ് ഹൈ ബി പി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ലോ എനർജി. കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഒരേ സാധനം കണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് ഫൈനലി യു ആർ എക്സോസ്റ്റഡ്. ദെൻ റെഡ്യൂസ്ഡ് ബ്രെയിൻ ഫങ്ഷൻസ്. ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഗെയിം കളിക്കൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക workings on your IT, on your computers, on certain projects, it can lead to lower brain functions. നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് വരാറുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റിംഗ്. പലപ്പോഴും ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് നമുക്ക് വേറൊരു ടാസ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാൻ ബുദ്ധിമുട്ടാണ്.
നെക്സ്റ്റ് വൺ വിഷൻ ഇഷ്യൂസ്. പറയേണ്ട ആവശ്യമില്ല, പേരൻസ് തന്നെ പറയുന്നൊരു ഡയലോഗാണ്, ഏത് നേരം മൊബൈൽ നോക്കി ഇരിക്കുകയാണ്, കണ്ണ് കേടാവും ചെക്ക, കണ്ണ് കേടാവും പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഡയലോഗ് നിങ്ങളുടെ പേരൻസ് സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, റൈറ്റ്? ദാറ്റ് ഈസ് വിഷൻ ഇഷ്യൂസ്. ചെറുപ്പത്തിൽ നിങ്ങളുടെ ടി വിയുടെ അടുത്ത് പോയി നിൽക്കരുത്, ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറയുമ്പോൾ യുവർ ലാക്ക് ഓഫ് എബിലിറ്റി ടു സ്ലീപ്പ്. ഓക്കെ, അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള കെമിസ്ട്രി അല്ലെങ്കിൽ ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഓൾട്ടർ ചെയ്യും. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, ഇറ്റ് ക്യാൻ ലീഡ് ടു ഇൻസോംനിയ. ദെൻ വിവിഡ് ഡ്രീംസ്, ഈ പറഞ്ഞ പോലെ നൈറ്റ് മെയർസ് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടന്റ് ദാറ്റ് യു വ്യൂ. Okay, fatigued, you're always tired, you have no energy whatsoever. Okay, so thank you.